പാതിവില തട്ടിപ്പ് കേസിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ കുരുക്കിലാക്കി പ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി. MLA-മാർക്കും MP-മാർക്കും പാർട്ടി നേതാക്കൾക്കും പണം നൽകിയ വിശദാംശങ്ങളാണ് അനന്തു കൃഷ്ണൻ പോലീസിന് കൈമാറിയത്. എന്നാൽ പണം വാങ്ങിയെന്ന ആരോപണം മാത്യു കുഴൽനാടൻ MLA-യും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും നിഷേധിച്ചു. പാതിവില തട്ടിപ്പിലൂടെ സാധാരണക്കാരനിൽ നിന്ന് സ്വന്തമാക്കിയ പണത്തിൽ നിന്നാണ് ജനപ്രതിനിധികൾക്ക് പണം നൽകിയതെന്നാണ് പ്രതി അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി. UDF-ന്റെ ഒരു MP-ക്ക് 45 ലക്ഷം രൂപ നൽകിയതിൽ 15 ലക്ഷം രൂപ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ചെലവഴിച്ചതെന്നും ബാക്കി പണം MP സ്വന്തം കയ്യിലാക്കിയെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു MP-ക്ക് 10 ലക്ഷം രൂപയോളം നൽകി. CPIM നേതാവിന് അദ്ദേഹം നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് ഇടുക്കി തങ്കമണിയിലെ സഹകരണ ബാങ്കിൽ നിന്ന് പണം നൽകിയതായും അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. ബാങ്കിൽ പണമടച്ചതിന്റെ രസീത് അനന്തു കൃഷ്ണൻ പോലീസിന് നൽകിയിട്ടുണ്ട്. എറണാകുളത്തെ ഒരു കോൺഗ്രസ് MLA 7 ലക്ഷം രൂപ പണമായി കൈപ്പറ്റിയെന്നും മൂവാറ്റുപുഴയിലുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് 5 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയതെന്നും പ്രതിയുടെ മൊഴിയിലുണ്ട്. ഓരോ ഇടപാടിന്റെയും രേഖകൾ ക്ലൗഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. അതേസമയം അനന്തുവിന്റെ ആരോപണങ്ങൾ ശരിയല്ല എന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. അനന്തകൃഷ്ണനും CV വർഗീസിന് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അത് വരട്ടെ, ഞാനത് തെളിയിച്ചോളാം. മനസ്സിലായില്ലേ? ഞാൻ ഒരു ആളുകളോട് സ്വകാര്യ ആവശ്യത്തിന് പണമിടപാട് നടത്തുമോ സ്വകാര്യ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് സ്വകാര്യ അക്കൗണ്ടില്ല. പിന്നെ ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ MLA-യും നിഷേധിച്ചു. റിപ്പോർട്ടർ TV രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വാർത്തകൾ നൽകുകയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും. കേസിൽ അനന്തകൃഷ്ണനൊപ്പം തട്ടിപ്പിൽ പങ്കുചേർന്നുവെന്ന് ആരോപിക്കുന്ന സായിഗ്രാം ചെയർമാൻ ആനന്ദ് കുമാറിനെ കുരുക്കി പുതിയ പരാതിയും ഉയർന്നു വന്നു. പാതിവില തട്ടിപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ സായി ഗ്രാമത്തിൽ യോഗം ചേർന്നുവെന്നാണ് ആരോപണം. 2024 ജനുവരി 27-നാണ് നിരവധി ആളുകൾ പങ്കെടുത്ത യോഗം നടന്നതെന്നും പരാതിക്കാരൻ പറയുന്നു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അനന്തു കൃഷ്ണനെ ഇന്ന് വൈകിട്ട് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ സീൽ ചെയ്ത സ്ഥാപനങ്ങൾ തുറന്നു പരിശോധിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് കോടതിയിൽ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷയും സമർപ്പിക്കും. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ശ്യാംകുമാർ, 24, കൊച്ചി.